മഴ തോരും മുൻപേ വരാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രോഹിത്തിന് പനിയൊക്കെ കൂടി നീർക്കെട്ടൊക്കെ ആവുന്നുണ്ട്. അലീനയാണെങ്കിൽ രോഹിയെ നല്ലോണം നോക്കി പനിയൊക്കെ മാറി പഴയ പോലെ വരുന്നുണ്ട്. രോഹിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ആദ്യമൊക്കെ അലീനയെ കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം അലീന പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അലീന ഫുഡ് കൊണ്ട് കൊടുത്താലും അലീന മരുന്നൊക്കെ കൊടുത്താലും രോഹിത്ത് കഴിക്കുന്നുണ്ട്. ഒരു മടിയും കൂടാതെ അലീന പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബബിതയ്ക്ക് നല്ല മാറ്റമുണ്ട്. ബബിത ഇപ്പോഴും അലീനയുടെ കൂടെ തന്നെയാണ്. അലീന എന്ത് പറഞ്ഞാലും ബബിത ചെയ്യുന്നുണ്ട്. കൃഷ്ണമോള് പോലെ തന്നെ ബബിതയ്ക്കും നല്ല മാറ്റമുണ്ട്. ഇതൊക്കെ കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്നത് കൃഷ്ണമോളാണ്. അങ്ങനെ ഒരു ദിവസം ഫുഡുമായിട്ട് വരുമ്പോൾ രോഹി പറയുന്നുണ്ട്, ഞാൻ തന്നെ കോരി കഴിച്ചോളാം, എനിക്കിപ്പം നല്ല മാറ്റമുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അത് ശരിയാവത്തില്ല, പഴയതുപോലെ ഓക്കെ ആയി കഴിയുമ്പോൾ ഞാൻ ഈ കോരിത്തിരക്കൊക്കെ അങ്ങ് നിർത്തും. അപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തോണം. എനിക്ക് 2-3 ദിവസത്തോടെ ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടെ നിൽക്കുന്ന ബബിത ചോദിക്കുന്നുണ്ട്, ഇതെന്താ എപ്പോഴും രോഹിയേട്ടന് മാത്രമേ ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കത്തുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളെ നിനക്ക് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. ആ എനിക്കും കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ അലീന കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ്. രോഹിത് പഴയതുപോലെയല്ല, രോഹിത്തിന് നല്ല മാറ്റമുണ്ട്. ഇപ്പം അലീനയോട് ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. സ്വന്തം ചേച്ചിയാണെന്നുള്ളൊരു തോന്നലൊക്കെ രോഹിത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് കൃഷ്ണമോള് മുകളിലേക്ക് കയറി വരുന്നത്. കൃഷ്ണമോള് കാണുന്നത് അലീനയും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് അലീന കഞ്ഞി കോരി കൊടുക്കുന്നതാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കൃഷ്ണമൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൃഷ്ണമോള് ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ എന്തോ ഒരു ജോലിയിലിരിക്കുകയാണ്. അച്ഛാ ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താടി പറയാമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അതൊക്കെയുണ്ട്, അച്ഛൻ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ അച്ഛനെ പിടിച്ചോണ്ട് വരികയാണ് കൃഷ്ണമോൾ. ഇങ്ങോട്ട് വാ അച്ഛൻ, ഞാൻ കാണിച്ചു തരാം ഒരു കാഴ്ച എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രനെയും പിടിച്ചോണ്ട് നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് വരിക. അങ്ങനെ ഡോറിൻ്റെ പുറത്ത് നിന്ന് ബാലചന്ദ്രനെ ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് കൃഷ്ണമോൾ. അത് കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം സന്തോഷത്തോടെ ഇങ്ങനെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ്, അച്ഛാ പഴയതുപോലെ അല്ല രോഹിയേട്ടനും ബബിതേച്ചിയും, ഇപ്പം നല്ല മാറ്റമുണ്ട്. അവർക്ക് രണ്ടുപേർക്കും അലീന ചേച്ചി ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ അലീന ചേച്ചി തൻ്റെ സ്നേഹത്തോടെ അവർ രണ്ടുപേരെയും മാറ്റിയെടുത്തച്ച എന്ന് പറയുകയാണ്. അപ്പം എപ്പോൾ നോക്കിയാലും ബബിത ചേച്ചി അലീന ചേച്ചിയുടെ കൂടെ തന്നെയാണ്. ഞാൻ ചേച്ചിയുടെ അടുത്തിരിക്കുന്ന സമയത്തെ കൂടുതൽ ബബിത ചേച്ചിയാണ് ഇപ്പം അലീന ചേച്ചിയുടെ കൂടെ. അന്നേരം ബാലചന്ദ്രൻ വലിയ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു മോളെ? അത് അലീന ചേച്ചി അങ്ങനെ പെട്ടെന്ന് ആർക്കും വെറുത്ത് കുറേ കാലം ഇരിക്കാൻ പറ്റത്തില്ല അച്ഛാ എന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അത് മോള് പറഞ്ഞത് ശരിയാണ്, എൻ്റെ മക്കളെ എല്ലാം അവൾ മാറ്റിയെടുത്ത് എന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ബാലചന്ദ്രൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് അകത്ത് അലീന പറയാണ്, രോഹിത്തെ ഞാൻ വായൊക്കെ തുടച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ വായൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മെഡിസിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്, ഇനി ഞാൻ തന്നെ ആഹാരമൊക്കെ കഴിച്ചോളാം എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, ആയിക്കോട്ടെ, അത് അങ്ങനെ തന്നെ ചെയ്തോളാം പറയാണ്. ഇപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ, ഇനി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് അലീനയും പറയുന്നുണ്ട്. അങ്ങനെ അവർ പാത്രമൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ അവിടേക്ക് നിന്ന്, അച്ഛനോ, അച്ഛനെപ്പം വന്ന്? ഞാൻ കുറച്ച് നേരമായി വന്നിട്ടെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്താ അച്ഛൻ ഇവിടെ നിന്ന് അകത്തോട്ട് വരാൻ എന്താ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നിങ്ങളവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നേലേ, ആ സമയത്ത് ഞാൻ വന്ന് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് രോഗിക്ക് ആഹാരം കൊടുത്തപ്പോഴേ ബബിതയ്ക്ക് ഒരാഗ്രഹം, ഞാൻ ബബിതയ്ക്കും കൂടെ കഞ്ഞി കോരി കൊടുക്കണമെന്ന്, അങ്ങനെ കൊടുത്തോണ്ടിരുന്നയാന്ന് പറയാണ്. എന്ന് ഞാൻ താഴോട്ട് പോട്ടെ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അലീനയും ബബിതയും താഴേക്ക് പോവുകയാണ്. ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഇതിനിടയ്ക്ക് വൈജിക്ക് അപകട ടെൻഷനാവുന്നുണ്ട്. കാരണം ഇപ്പോൾ പഴയതുപോലെ ബബിതയെ മുറിയിലേക്ക് കാണുന്നില്ല. പിന്നെ രോഹിത്തിൻ്റെ കാര്യമൊന്നും അറിയാനും പറ്റുന്നില്ല. കൃഷ്ണമോളും അങ്ങനെ വരുന്നില്ല. മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് ബബിത ഒരു ദിവസം പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് രോഹിയേട്ടൻ്റെ മുറിയിലൊക്കെ പോകുന്നത് നല്ലതാ, ഇല്ലെങ്കിലേ ആ പിടിവളിയും കൂടെ അമ്മയ്ക്കിടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ബബിത പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുവാണ്. അപ്പം വൈജ വിചാരിക്കുകയാണ്, അവൾ എല്ലാവരെയും മയക്കെടുക്കുകയാണ്, എൻ്റെ മക്കളെയും മയക്കെടുക്കുകയാണ്. ആദ്യം ബാലചന്ദ്രനായിരുന്നു, ഇപ്പം എൻ്റെ മക്കളെ എല്ലാവരെയും മയക്കെടുക്കുവാണോ? രോഹിയുടെ വിവരമൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമേ, എന്തായാലും മുകളിലേക്കൊന്ന് കയറി ചെന്ന് നോക്കാം, എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് അലീന വന്ന് ചോദിക്കുന്നുണ്ട്, കാപ്പി എന്തെങ്കിലും വേണോ മാഡത്തിന്, എന്തെങ്കിലും കഴിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വൈജിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ പറയുകയാണ്, എനിക്ക് നിൻ്റെ ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി, അത്രയും നല്ലതെന്ന് പറഞ്ഞ് അലീനയെ ഓട്ടിക്കുകയാണ്. അങ്ങനെ അലീന അങ്ങ് പോവുകയാണ്. അലീന നേരെ ഫുഡുമായിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. അലീന പോയി കഴിയുമ്പം വൈജയ വിചാരിക്കുകയാണ്, എന്നാൽ പോയി രോഹിയൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ മുകളിലേക്ക് സ്റ്റെയർ കയറി ചെല്ലുകയാണ്. ഈ സമയത്ത് അലീനയാണെങ്കിൽ ഫുഡുമായിട്ട് ചെല്ലുകയാണ്. ഫുഡുമായിട്ട് ചെല്ലുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞാൻ തന്നെ കോരി കഴിച്ചോളാം, അലീനെ കഷ്ടപ്പെടണ്ട എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇതാ ഇരിക്കുന്ന ഫുഡെന്നും പറഞ്ഞുകൊണ്ട് പോവാതിരിക്കുന്ന അലീനെ വിളിച്ചിട്ട് രോഹിത്ത് പറയുകയാണ്,
ഞാൻ പല തെറ്റുകളും അലീനയോട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അറിയാതെ ചെയ്തതാ. എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഉടനെ ഇത് കേൾക്കുന്ന അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോൾ രോഹി വീണ്ടും പറയാണ്, എന്നോട് പലവട്ടവും പറഞ്ഞതാ ഹരിയുടെ കൂടെ കൂട്ട് വേണ്ടെന്ന്. പക്ഷേ ഞാൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അന്ന് എനിക്ക് അലീനയോട് ദേഷ്യം മാത്രമേ ഉള്ളായിരുന്നു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, ഇപ്പം എനിക്ക് ഒരു ദേഷ്യമില്ല. എനിക്കറിയാം എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. എന്നിട്ട് രോഹിത്ത് കൈകൂപ്പിക്കൊണ്ട് അലീനയോട് പറയാണ്, ഞാൻ ഇത്രയും നാൾ ചെയ്ത തെറ്റെല്ലാം എന്നോട് പൊറുക്കണം എന്ന് രോഹിത്ത് കൈകൂപ്പി അലീനയോട് പറയാണ്. ഇത് കാണുന്ന അലീനയാണെങ്കിൽ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പറയാണ്, നീ എന്തിനാ എന്നോട് ക്ഷമയാചിക്കുന്നത്? നീ എൻ്റെ അനിയനല്ലേ? നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അത് ക്ഷമിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹത്തിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. നിനക്കല്ലേ ഞാൻ ഇപ്പോഴല്ലേ ചേച്ചിയായത്, പക്ഷേ എനിക്കങ്ങനെയല്ല. നീയും ബബിതയും കൃഷ്ണമോളും ഒക്കെ എൻ്റെ അനിയനും അനിയത്തിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാലോ. എനിക്കൊരു വിരോധം നിന്നോടില്ല എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അന്നേരം അലീന പറയാണ്, നീ എൻ്റെ കുഞ്ഞനിയനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്ത് ഭയങ്കര സങ്കടത്തോടെ അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് വൈജ വരുന്നത്. വൈജ ആണെങ്കിൽ രോഹി എന്നും പറഞ്ഞിട്ട് ചൂടായി വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് രോഹിയാണെങ്കിൽ നോക്കുമ്പോൾ വൈജ, എന്താടാ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ എന്തോ ഇവളെയും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് പോരെ, ഇനി അടുത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തിന് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ല, വീട്ടിലെ വേലക്കാരിയെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ രോഹിത്ത് പറയുകയാണ്, ഇത് വേലക്കാരിയല്ല, എൻ്റെ ചേച്ചിയാണ്. നിൻ്റെ ചേച്ചിയോ? നിനക്കൊരു ചേച്ചി ഇല്ലല്ലോ. നിനക്ക് ഒരു ചേച്ചി ഉള്ളതായിട്ട് ഒരറിവ് എനിക്കില്ല. പിന്നെ എവിടുന്നാടാ ഇവൾ നിൻ്റെ ചേച്ചി ആവുന്നതെന്ന് ചോദിക്കുകയാണ്. അമ്മ ഇനി എന്ത് പറഞ്ഞാലും ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഈ സമയത്ത് വൈജയാണെങ്കിൽ ദേഷ്യം ചെല്ലുകയാണ്. നീ എന്തൊക്കെയാടാ പറയുന്നത്? അച്ഛൻ്റെ ഏത് അവിഹിത സന്തതിയിലുണ്ടായ മോള് നിൻ്റെ ചേച്ചിയാവുന്ന എങ്ങനെ? അതും ഇനി ഉള്ളതാണോ ഇല്ലയാണോ എന്നൊക്കെ ആർക്കറിയാം എന്ന് വൈജ പറയുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്ത് ദേഷിച്ച് കഴിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്രയും ദിവസമായി അമ്മ ഇവിടെ വന്നിട്ട് ഞാൻ എത്ര ദിവസമാണ് ഇവിടെ സുഖമില്ലാതെ നടക്കുന്നു. അമ്മ ഇങ്ങോട്ടൊന്ന് കയറി വന്നോ എന്നെ കാണാൻ? എൻ്റെ കാര്യം എന്തെങ്കിലും അന്വേഷിച്ചോ? എനിക്ക് വെയ്യാതിരുന്ന സമയത്ത് ആരുമില്ലായിരുന്നു. ഈ നിൽക്കുന്ന അലീന മാത്രമേ എൻ്റെ കൂടെ ഉള്ളായിരുന്നു എന്ന് പറയാണ്. ഈ സമയത്ത് ബബിതയും കൃഷ്ണമോളും ഒക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പം വൈജ പറയാണ്, അതിനെന്താ, അവളത് ചെയ്തതിന് എന്താ തെറ്റ്? അവളുടെ ജോലി അതല്ലേ, അവൾ ഹോം നേഴ്സല്ലേ. ഹോം നേഴ്സ് ആകുമ്പം ഇതൊക്കെ ചെയ്യുന്നത് സ്വാഭാവികം എന്ന് പറയുകയാണ്. അപ്പം രോഹിത് വയ്ക്കാണ്, അമ്മ എൻ്റെ അമ്മയല്ലേ, എന്നിട്ട് അമ്മ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലെങ്കിൽ വന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്തോ? അതുപോലും ചെയ്തില്ലല്ലോ. പിന്നെ അമ്മ എന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. ഓഹോ, നിന്നെയൊക്കെ ഇവള് മയക്കിയെടുത്ത്, എല്ലാവരെയും ഇവള് മയക്കിയെടുത്ത്. അപ്പോൾ രോഹിത് പറയാണ്, അമ്മ ഇനി ഇങ്ങനെയുള്ള സംസാരം ഇവിടെ സംസാരിച്ചു പോലെ. ഞങ്ങളെ ആരും മയക്കെടുത്തിട്ടില്ല. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആരാ നല്ലത് ആരാ തെറ്റുകാർ എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താടാ, ഞാനാണോ തെറ്റുകാർ? നിൻ്റെ അച്ഛൻ അവിഹിത സന്തതിയിലുണ്ടായ ഈ പെണ്ണിനെ ഇവിടെ നിർത്തിയേക്കുന്നത് തെറ്റല്ല അല്ലയോ? അപ്പം ഈ പറയുന്ന ഞാനാണ് തെറ്റെന്ന് ചോദിക്കുകയാണ്. അലീന കാരണം ഇന്ന് വരെ ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല എന്ന് രോഹിത്ത് പറയാണ്. പിന്നെ അലീന എൻ്റെ ചേച്ചിയാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. അമ്മയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട കാര്യമില്ല. പിന്നെ അമ്മയുടെ ഈ ദുഷിച്ച മനസ്സിലെ ഓരോ വൃത്തികെട്ട വിചാരമായിട്ട് ഇനി ഇങ്ങോട്ട് വരല്ലേ. എനിക്ക് കേൾക്കുകയും വേണ്ട, എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് രോഹിത് ചൂടാവുകയാണ്. അമ്മ ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കണമെന്നില്ല, അമ്മ അമ്മയുടെ വഴിക്ക് പോ എന്നും പറഞ്ഞിട്ട് രോഹിത്താണെങ്കിൽ വൈജയെ ആട്ടി പുറത്താക്കുവാണ്.